അവരുടെ വിഷാവതരണത്തിന് വേണ്ടി വിനീതമായി ക്ഷണിക്കുന്നു. നമ്മുടെ ഈ സെക്ഷനിലെ അധ്യക്ഷൻ ടി.കെ. ഇസ്മായിൽ ഹാജി കണ്ണൂർ അവരുകളാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡന്റും നമ്മുടെ സ്ഥാപനത്തിന് വളരെയേറെ പ്രവർത്തിക്കുന്ന ഹാജിയാറാണ്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് മജീദ് കൽക്കത്ത, അതുപോലെ പിന്നെ കമർ പാർലടക്കം ഈ പരിപാടിക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവിധ അയ്യോബിയോർമ്മ നേരത്തെ പറഞ്ഞു, എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിന് അർപ്പിക്കുകയാണ്, സ്വാഗതം അർപ്പിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടികൾ മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ട് ഇബ്രാഹിം മുണ്ടിത്തടുക്ക അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശബ്ദം ശ്രവിക്കുന്ന ഇതര ആദർശ മതവിശ്വാസികൾക്ക് ഹൃദയംഗമായ അഭിവാദ്യങ്ങൾ, അഭിനന്ദനങ്ങൾ. വേദിയിൽ സന്നിഹിതരായ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കാസർഗോഡ് ജില്ലാ വർക്കിംഗ് സെക്രട്ടറിയുമായ സ്നേഹാദരണീയനായ ഉസ്താദ് അബ്ബാസ് ഫൈസി പുത്തികെ, കാസർഗോഡ് ജില്ലയിലെ മജ്ലിസ് നൂറിൻ്റെ അമീറും ആത്മീയ രംഗത്ത് നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഹ്ലുൽ ബൈത്തിലെ തേജപുഞ്ചവും ഞങ്ങളുടെയൊക്കെ ഉപദേഷ്ടാവും സഹപ്രവർത്തകനുമായ സയ്യിദ് ഹാദി തങ്ങൾ അടക്കമുള്ള വേദിയിൽ സന്നിഹിതരായ സാദാത്യങ്ങളെ, പണ്ഡിതന്മാരെ, ഉമറാക്കളെ, സ്ഥാപന ഭാരവാഹികളെ, രാവിലെ ഉദ്ഘാടനം മുതൽ ഇങ്ങോട്ട് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പ്രസംഗങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ആളുകൾ പ്രസംഗം നന്നായി ശ്രവിക്കുന്നുണ്ട്, കുറേ ആളുകൾ വിദ്യാർത്ഥി ജീവിതത്തിൽ അല്ലെങ്കിൽ ചെറുപ്രായത്തിലുണ്ടാകുന്ന ചാപല്യങ്ങൾ സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെയൊക്കെ നമ്മൾ പറയുന്നത് പോലെ കേൾക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കും പോലെ അവർ പ്രവർത്തിക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ്. ഏതായാലും കാസർഗോഡ് ഹാദിയായിരുന്ന മഹാനായ ടി.കെ.എം. ബാബു മുസ്ലിയാർ എന്ന് പറയുന്ന തുല്യതയില്ലാത്ത കേരളക്കരയിലെ പണ്ഡിതൻ, സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡന്റ് മഹാനായ ഷെയ്ഖുന ടി.കെ.എം. ബാബു മുസ്ലിയാരുടെ നാമധേയത്തിൽ 8 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കുകയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകരായ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അന്ന് മുതൽ ഇന്ന് വരെ നാം കാണുന്നത്. പ്രതീക്ഷക്കൊത്ത് ഈ സ്ഥാപനം ഉയർന്നോ എന്ന് ചോദിച്ചാൽ 8 വർഷം ഈ സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചവരുടെ ആ പ്രവർത്തനം നാം ചെറുതായി കാണുന്നില്ല. ദൈനംദിനമായ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ സ്ഥാപനം കെട്ടിപ്പടുത്തതും ഇന്ന് 7 പണ്ഡിതന്മാരെ ഈ സ്ഥാപനത്തിൽ നിന്ന് 9 പണ്ഡിതന്മാരെ ഈ സ്ഥാപനത്തിൽ നിന്ന് മതപ്രബോധനത്തിനായി, ദീനീ ദൈവത്തിനായി പറഞ്ഞയക്കാൻ സാധിച്ചത്. നമുക്കൊക്കെ 5 വർഷത്തിൽ എന്നെ പോലുള്ളവർ ഒരിക്കൽ വന്ന് എന്തെങ്കിലും ചെറിയ കുറവുകൾ കാണുമ്പോൾ അത് വലിയ കുറവുകളായി കണ്ടാലും ഒരു സമ്മേളനമൊക്കെ നടത്തിയാൽ ആ സമ്മേളനം കഴിയുന്നതോടുകൂടി അതിൻ്റെ ഉത്തരവാദിത്വം കഴിയുക സ്വാഭാവികമാണ്. ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ദൈനംദിനമായ പ്രവർത്തനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളും പഠിച്ചിറങ്ങുന്ന കുട്ടികളുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കുട്ടികൾ ദൈനംദിനം അഹോരാത്രം കഷ്ടപ്പെടുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾക്ക് അവരുടെ പ്രവർത്തനം സഫലീകരണത്തിന് നിങ്ങളുടെ പ്രവർത്തനത്തിൽ, നിങ്ങളുടെ പഠനത്തിൽ ചിട്ടയും തഖ്വയും തവാളുവും ഒക്കെ ഉണ്ടാവണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ മോശക്കാരാണെന്നുള്ള അഭിപ്രായത്തിലല്ല. നേരത്തെ ഞാൻ അബ്ബാസ് ഫൈസി ഉസ്താദോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അബ്ബാസ് ഫൈസി ഉസ്താദൊക്കെ തളങ്കര മാലിക് ദിനാറിൽ മുദരിസായി സേവനം ചെയ്ത ഒരാളാണ്. തളങ്കര മാലിക് ദിനാർ എന്ന് പറയുന്നത്
ഇസ്ലാമിൻ്റെ കാസർഗോഡ് ജില്ലയിലെ സാംസ്കാരിക നവോത്ഥാന കേന്ദ്രമാണ്. അതുമാത്രമല്ല, പഴയകാല പള്ളി ദർസുകൾ, ആ പള്ളി ദർസുകൾക്ക് ബദൽ സംവിധാനം 1000 അറബി കോളേജ് ഉണ്ടായാലും ആവില്ല എന്ന് തീർത്തും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 1-ാം ദർസും 2-ാം ദർസും അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പള്ളി ദർസിൽ നിന്ന് പഠിച്ച് മറ്റുള്ള ഭൗതിക സ്ഥാപനങ്ങളിൽ പോയി ഭൗതികം പഠിച്ചവർ വരെ എത്രയോ ഉയരങ്ങളിലെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളെ, നിങ്ങൾ ആരും നിരാശപ്പെടേണ്ടതില്ല. നമുക്കറിയാം, പള്ളി ദർസിൽ പഠിച്ച് ഉയർന്ന ഒരു മതസ്ഥാപനത്തിൽ ബിരുദം വാങ്ങുന്ന വിദ്യാർത്ഥികൾ മുമ്പിലുള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ പണ്ഡിതന്മാരെ കുറിച്ച് മനസ്സിലാക്കുന്നത് അവർ പഴഞ്ചന്മാരാണ്, അവർക്ക് വിദ്യാഭ്യാസം കുറവാണ് എന്നൊക്കെ ഒരു ധാരണ പൊതുവെയുണ്ട്. ചെറിയൊരു ഉദാഹരണം, സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മർഹൂം സദഖ് മുസ്ലിയാർ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയും സമസ്തയുടെ പ്രസിഡന്റായിരുന്നു, അദ്ദേഹം ഒരു വലിയ ഫക്കീഹായിരുന്നു, അല്ലെങ്കിൽ കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു, വളരെ ആബിദായിരുന്നു, ആരിഫായിരുന്നു. അങ്ങനെ ഒരു വിഷൻ നമ്മുടെ ആളുകളുടെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് പലരും എവിടെയും പറയുന്നത് കേൾക്കാറില്ല. സദഖ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാനുഭാവൻ മലപ്പുറം ജില്ലയുണ്ടായപ്പോൾ മനോരമയിലെ മുഖപ്രസംഗത്തിൽ എഴുതി, മലപ്പുറം ജില്ലക്ക് സ്വാഗതം. മനോരമ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ മുഖപ്രസംഗം ഒരു റവന്യൂ വിഷയത്തിൽ, തീർത്തും റവന്യൂ വിഷയമാണല്ലോ, എഴുതിയിട്ടുണ്ടെങ്കിൽ അത് സദഖ് മുസ്ലിയാരാണ് എഴുതിയത്. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ മലപ്പുറം ജില്ലക്ക് സ്വാഗതം. എങ്ങനെ ആയിരിക്കണം മലപ്പുറം ജില്ല, എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടാവണം എന്നായിരുന്നു ആ ലേഖനത്തിൽ പരാമർശിച്ചത്. അതിൻ്റെ കോപ്പി വളരെ കഷ്ടപ്പെട്ട് ഒരു സാധനം ഞാൻ ഇന്ന് അമൂല്യമായ രേഖകൾ സൂക്ഷിക്കുന്ന കൂട്ടത്തിൽ അതും സൂക്ഷിച്ചിട്ടുണ്ട്. കലക്ടർ വന്ന് അവിടെ പറഞ്ഞത്, അന്നത്തെ മലപ്പുറം കലക്ടർ, പുതിയ കലക്ടർ വന്ന് നേരിട്ട് ഇദ്ദേഹത്തെ തേടിപ്പോയി അഭിനന്ദിക്കുകയാണ് ഉണ്ടായത്. അതേപോലെ KV കൂറ്റനാട് ഉസ്താദാണെങ്കിലും MM ബഷീർ മുസ്ലിയാരൊക്കെ പള്ളി ദർസിൽ ഓതിപ്പടിച്ച് ഇന്ന് കാണുന്ന ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പോലെയുള്ള സംവിധാനങ്ങൾ ഈ സമൂഹത്തിന് സമർപ്പിച്ച പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് നമ്മൾ വിദ്യാർത്ഥികളായ നിങ്ങൾ നന്നായി പഠിക്കുകയും അക്കാര്യങ്ങൾ പഠിക്കുക മാത്രമല്ല അവയൊക്കെ ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. നിങ്ങൾ മുതഅല്ലിമീങ്ങളുടെ നടത്തവും ഇരുത്തവും എല്ലാ ഇടപെടലുകളും ഒരു ദൈവത്തായി മാറ്റാൻ സാധിക്കണം. പണ്ട് പള്ളി ദർസിൽ വൈകുന്നേരം മുതഅല്ലിമീങ്ങളുടെ നടത്തം, അച്ചടക്കത്തോടെയുള്ള നടത്തം, ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആ വരവ് പോക്ക്, അതൊക്കെ ഒരു കാണാൻ ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഒരു ദൈവത്തായിരുന്നു. അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ അറബി കോളേജുകളും മാറേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ട വഖഫ് നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തിൽ എൻ്റെ അറിവിൻ്റെയും പ്രായത്തിൻ്റെയും പരിധിയിൽ നിന്നുകൊണ്ട് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർത്തും വിദ്യാർത്ഥികൾ, കൂടുതലും മഹലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കുറഞ്ഞ ആളുകളാണെങ്കിലും ഇൻഷാ അല്ലാഹ് നേരത്തെ പറഞ്ഞതുപോലെ വളരെ വലിയ ജനവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് ഇവിടെ ഉള്ളവരൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് ഫലവത്താവും എന്ന് ഞാൻ വിചാരിക്കുന്നു. മഹല്ലുകളിൽ ഈ സന്ദേശം എത്തും എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖഫ് എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരു ഇബാദത്താണ്. ഈ വഖഫ് എന്ന സംവിധാനം നമുക്ക് ചരിത്രത്തിൽ കാണുന്നത് ആദ്യമായി ഖൈബർ യുദ്ധത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തനിക്ക് ലഭിച്ച സ്വത്തുക്കൾ ദീനിന് വേണ്ടി വഖഫ് ചെയ്തു എന്നുള്ളതാണ്. വഖഫ് എന്ന് വെച്ചാൽ തടഞ്ഞു വെക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ നിലനിൽക്കുന്ന സദഖ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ജാരിയായ സദഖ. എല്ലാ സദഖകളും വഖഫിൽ പെടൂല. ഇപ്പോൾ ഉദാഹരണത്തിന് ആ ഒരു വസ്തു നിലനിൽക്കണം,
ഇന്ന് നമ്മളിവിടെ ചായ കൊടുത്താൽ ആ ചായ കുടിക്കുമ്പോൾ തീർന്നുപോയി. അതൊന്നും വഖഫല്ല, നിലനിൽക്കുന്നത്. പള്ളിക്ക് നൽകുന്ന സ്ഥലം, അതിന് നൽകുന്ന വരുമാനം, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് വഖഫ്. സമയത്തിൻ്റെ കുറവ് കൊണ്ട് വളരെ ചുരുക്കിയാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ വഖഫ് സ്വത്തുക്കൾ ഇന്ത്യ രാജ്യത്ത് നമുക്കറിയാവുന്നതുപോലെ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ രാജ്യം. ഈ ജനാധിപത്യ രാജ്യത്ത് നമ്മുടെ വിശ്വാസങ്ങൾ അനുഷ്ഠിക്കുവാനും അവ സംരക്ഷിക്കുവാനും അവ പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന പോലും ഇന്ത്യക്ക് സമ്മാനിച്ചത് മുസ്ലിങ്ങൾക്കുള്ള പങ്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കുള്ള പങ്കാളിത്തം അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദിത്വം പോലും വളരെ വലുതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ അസംബ്ലി എന്ന് പറയുന്ന ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ അസംബ്ലി ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാക്കണം എന്ന തീരുമാനം വന്നപ്പോൾ എല്ലാവർക്കും താല്പര്യമായിരുന്നു ഡോക്ടർ അംബേദ്കറിനെ കൊണ്ട് ഇതിൻ്റെ നേതൃസ്ഥാനത്ത്, ഭരണഘടനാ അസംബ്ലിയുടെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരണം. അങ്ങനെ അതിന് ഒരു വലിയ കാരണം, വിദ്യാർത്ഥികളൊക്കെ നിങ്ങൾ ഈ ബാരിസ്റ്റർ ഡിഗ്രി എടുത്ത ഒരാളും ബ്രിട്ടീഷ് ഗവൺമെന്റുമായി നന്നായി സഹകരിക്കുന്ന ഒരാളുമായിരുന്നു അംബേദ്കർ. പക്ഷേ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലേക്ക് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. അംബേദ്കർ താഴ്ന്ന ജാതിക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ആദ്യമായി മഹാരാഷ്ട്ര പ്രവിശ്യയിൽ നിന്ന് ഭരണഘടന നിർമ്മാണ അസംബ്ലിയിലേക്ക് മത്സരിപ്പിച്ചു. അവിടെ അദ്ദേഹം പരാജയപ്പെട്ടു. രണ്ടാമതും മദ്രാസിൽ, തമിഴ്നാട് ഇന്നത്തെ മദ്രാസ് പ്രവിശ്യയിൽ നിന്ന് മത്സരിപ്പിച്ചു. അവിടെയും അംബേദ്കർ പരാജയപ്പെട്ടു. ഇത് മനസ്സിലാക്കി അന്നത്തെ ഇന്ത്യയുടെ കാവൽ പ്രധാനമന്ത്രി എന്ന് പറയാവുന്ന ജവഹർലാൽ നെഹ്റു സുഹ്റവർദിക്ക് ഒരു കത്തെഴുതി. പശ്ചിമ ബംഗാളിന്റെ അന്ന് ഓരോ സംസ്ഥാനത്തിനും പറയുന്നത് മുഖ്യമന്ത്രിക്ക് പകരം പ്രധാനമന്ത്രി എന്നാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, 2 പ്രാവശ്യവും മത്സരിച്ച് തോറ്റിരിക്കുകയാണ്. താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് അംബേദ്കറിന് സവർണ ജാതിക്കാർ വോട്ട് രേഖപ്പെടുത്തുന്നില്ല. നിങ്ങൾ പശ്ചിമ ബംഗാളിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ നോമിനിയായി ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലേക്ക് അംബേദ്കറിനെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കണം. അങ്ങനെ അംബേദ്കറിനെ മത്സരിപ്പിച്ച് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ അസംബ്ലിയിലേക്ക് പറഞ്ഞയച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതിൻ്റെ എളിയ പ്രവർത്തകൻ എന്ന നിലക്ക് ഇന്ത്യൻ ഭരണഘടന കാണുമ്പോൾ ഈ പ്രസ്ഥാനം നൽകിയ സംഭാവന എപ്പോഴും ഓർക്കാറുണ്ട്. കാവ്യ അക്കാദമിയിൽ പ്രസംഗിക്കുമ്പോൾ നേരത്തെ അബ്ബാസ് ഫൈസി പറഞ്ഞതുപോലെ നമ്മളെ ഇവിടെ ഉള്ളതിൽ ഭൂരിഭാഗം ആളുകളും വെച്ചാൽ 100% എന്നല്ല, മരിക്കുന്നത് വരെ മതപരമായി സമസ്തയിലും രാഷ്ട്രീയപരമായി മുസ്ലിം ലീഗിലും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇന്ത്യൻ ഭരണഘടന എഴുതുന്ന സമയത്ത് ഒരു തർക്കം വന്നു, എന്തിൻ്റെ പേരിൽ ഈ ഭരണഘടന തുടങ്ങണമെന്ന്. വിദ്യാർത്ഥികളൊക്കെ ശ്രദ്ധിക്കുക, വഖഫിന് വരുന്നതിന് മുമ്പ് മനസ്സിലാവണമെങ്കിൽ ഈ വിഷയം കൂടി പറയാം. ദൈവനാമത്തിൽ തുടങ്ങണമെന്ന് ചില ആളുകൾ ക്ഷണിച്ചപ്പോൾ ഭൂരിഭാഗം ആളുകളും പറഞ്ഞത് ദൈവനാമത്തിൽ ഇന്ത്യൻ ഭരണഘടന തുടങ്ങാൻ പാടില്ല. കാരണം ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ അവകാശം നിഷേധിക്കലാവും അത്, അല്ലെങ്കിൽ അത് അടിച്ചേൽപ്പിക്കലാവും. അതുകൊണ്ട് അങ്ങനെ ദൈവനാമം വേണ്ട എന്നുള്ളതാണ്. അത്രയേറെ ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഭരണഘടന രൂപീകരണ സമയത്ത് പോലും ഒരു മതം വിശ്വസിക്കാത്ത ആളുകളുടെ അവകാശം പോലും അവരുടെ വിശ്വാസം പോലും ഹനിക്കപ്പെടാൻ പാടില്ല എന്ന നിർബന്ധം ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പികൾക്കുണ്ടായിരുന്നു. ആ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്ക് മേൽ കത്തിവെക്കുന്ന ഒരു ആക്ടാണ് കേന്ദ്ര സർക്കാർ ഇവിടെ പാസാക്കിയിരിക്കുന്നത്.
ശരിക്ക് വഖഫ് എംപവർമെന്റ് ആക്ട് എന്നാണ് ഈ ആക്ടിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത്. ഇത് 1924 ബ്രിട്ടീഷ് ഗവൺമെന്റ് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിന്മേൽ ഒരു നിയന്ത്രണം വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുകൾ എല്ലാ സ്ഥലത്തും വ്യാപിക്കുന്നത് ഭാവിയിൽ ഇതൊരു ഭീഷണിയാകും, ഏകോപനമില്ലാതെ പോയാൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് 1924 വഖഫ് ബോർഡ് എന്ന സംവിധാനം നിലവിൽ കൊണ്ടുവന്നത്. ശരിക്ക് ഇസ്ലാമിക മതപ്രബോധനത്തിന് മുതൽ കൂട്ടാവുന്ന സമ്പത്തും നിയന്ത്രിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് കോളനി വൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് 1924 ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ വഖഫ് ബോർഡ് എന്ന സംവിധാനം നിലവിൽ വരുന്നത്. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ആ വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് 1955 സംസ്ഥാനത്ത് വഖഫ് ബോർഡുകൾ നിലവിൽ വന്നു. നമ്മൾ മനസ്സിലാക്കണം, ഓരോ രാജ്യത്തിനും ഒരു നിയമം ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കണമെങ്കിൽ 3 രീതികളുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ്, നാഷണൽ ലിസ്റ്റ്, അല്ലെങ്കിൽ യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ 3 ലിസ്റ്റും പഠിച്ചിരിക്കും. സ്റ്റേറ്റിന് മാത്രം ബാധകമായതാണ് സ്റ്റേറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് വെച്ചാൽ യൂണിയന് മാത്രം ബാധകമായതാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റിനും യൂണിയനും അഥവാ സെൻട്രലിനും അവകാശമുണ്ടെങ്കിലും അതാത് സംസ്ഥാനത്തിന് വിവേചനാധികാരം നൽകുന്നതാണ് കൺകറന്റ് ലിസ്റ്റ്. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് രൂപീകരിച്ചപ്പോൾ തന്നെ കൺകറന്റ് ലിസ്റ്റിലാണ് ഇത് പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 1924 വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പോൾ തന്നെ ചർച്ച് ആക്ടും സെൻട്രൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് രൂപീകരിച്ചിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളത് റെയിൽവേക്കാണോ കത്തോലിക് ചർച്ച് വിഭാഗത്തിന്റെ കയ്യിലാണോ എന്ന ഒരു സംശയം നമ്മുടെ മുമ്പിലുണ്ട്. നേരത്തെ പറഞ്ഞത് റെയിൽവേക്കായിരുന്നു, മിലിറ്ററിക്കായിരുന്നു, വഖഫ് ബോർഡിനായിരുന്നു എന്നാണ്. ഇന്ന് കണക്കുകൾ ലാൻഡ് ലിമിറ്റേഷൻ ആക്ട് പ്രകാരം പരിശോധിച്ചപ്പോൾ 24,000 ഹെക്ടർ ഭൂമി ചർച്ചുകളുടെ കയ്യിൽ ഉണ്ട്. അതിൻ്റെ 20% മാത്രമേ വഖഫ് ബോർഡുകളുടെ കയ്യിൽ ഭൂസ്വത്തുള്ളൂ. പക്ഷേ നമ്മൾ വൈകാരികമായി ഈ വിഷയത്തെ സമീപിച്ചത് കൊണ്ട് തന്നെ ഇത്തരം കണക്കുകൾ സമൂഹത്തിന്റെ മുമ്പിൽ ചർച്ചയ്ക്ക് വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് 24,000 ഹെക്ടറാണ്, ഹെക്ടറല്ല. 24,000 ഹെക്ടറിനെ അതിനെ 2 കൊണ്ട് അല്ലെങ്കിൽ 3 കൊണ്ട് ഗുണിക്കേണ്ടി വരും ഹെക്ടറിലേക്ക് മാറ്റാൻ. അതിന്റെ വ്യാപ്തി 1,00,000 ഹെക്ടർ, 1,00,000 കോടി ഹെക്ടർ ഭൂമിയാണ് ചർച്ചുകളുടെ കയ്യിലുള്ളത്. വഖഫ് സ്വത്താവട്ടെ എല്ലാം മുസ്ലിങ്ങൾ അവരുടെ മതപ്രബോധനത്തിന് വേണ്ടി ദാനം നൽകിയവയാണ്. വഖഫ് സ്വത്തുകൾ മുസ്ലിം സമുദായത്തിന് വെറും പള്ളികൾക്ക്, മദ്രസകൾക്ക് അല്ലെങ്കിൽ അനാഥാലയങ്ങൾക്ക് മാത്രം വഖഫ് ചെയ്യപ്പെട്ടതുമല്ല. ഖുതുബ്ഖാനക്ക്, അതേപോലെ ആശുപത്രികൾക്ക്, മുസാഫിർ ഖാനക്ക്, ഇതൊക്കെയും മുസ്ലിങ്ങൾ വഖഫ് ചെയ്യപ്പെട്ടത് തന്നെയാണ്. ഇവയുടെ ഗുണഭോക്താക്കൾ മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ മതസ്ഥരും ഇന്ത്യയിൽ അതിൻ്റെ ഗുണഭോക്താക്കൾ ആണ് എന്നുള്ള കാര്യം നാം മറക്കരുത്. പക്ഷേ എന്തുകൊണ്ടെന്നാൽ വഖഫ് ബോർഡിനെ ഇത്രയേറെ കൂച്ചുവിലങ്ങിടണം, അതിൻ്റെ പിന്നിൽ ഇത്ര ഉത്സാഹകത എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. വഖഫ് ബോർഡ് എന്തെങ്കിലും 1 രൂപ
കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ ധനസഹായം സ്വീകരിക്കുന്നില്ല. 1000 കോടി രൂപ കേരള സംസ്ഥാന സർക്കാർ വഖഫ് ബോർഡിൽ നിന്ന് കടമെടുത്തിരിക്കുകയാണ്. 1000 കോടി രൂപയാണ് വഖഫ് ബോർഡിൽ നിന്ന് സർക്കാർ കടമെടുത്ത വകയിൽ വഖഫ് ബോർഡിന് കൊടുക്കാനുള്ളത്. ഇതുവരെയായി വഖഫ് ബോർഡിന് ഒരു ധനസഹായവും ഇതുവരെ സംസ്ഥാന സർക്കാർ ലഭിച്ചതായി രേഖകൾ നമ്മുടെ മുമ്പിലില്ല, ലഭിച്ചിട്ടില്ല. ദേശീയ വഖഫ് കൗൺസിൽ ആവട്ടെ, അവിടെയും ഒരു ദേശീയ സർക്കാർ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് 1 രൂപ പോലും വഖഫ് ബോർഡിന് നൽകിയിട്ടില്ല. ഇതൊക്കെയും വഖഫ് ബോർഡിന്റെ പ്രവർത്തനം നടക്കുന്നത് വഖഫ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള സർവീസ് ചാർജ്, ഒന്നെങ്കിൽ ടാക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ വിഹിതം എന്ന് പറയാം, അല്ലെങ്കിൽ ശരിക്കും പറയാം സർവീസ് ചാർജ് എന്നാണ്. 1% ഇത്ര ശതമാനം ഓരോന്നിനും നൽകണം. അത് വെച്ചാണ് വഖഫ് ബോർഡിന്റെ പ്രവർത്തനം നടക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ സെൻട്രൽ ഗവൺമെന്റ് ഇത്രയേറെ വഖഫ് ബോർഡിന്റെ കാര്യത്തിൽ വാശി പിടിക്കുന്നത്? ഒന്നേയുള്ളൂ, ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിക പ്രവർത്തനം ദഅവത്ത് നടക്കുന്നത് 90% വഖഫ് സ്വത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും ഒരു കൂച്ചുവിലങ്ങിടണം എന്നുള്ള ദുഷ്ടലാക്കോടു കൂടിയാണ് ഒരുപാട് കാലങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമം അവസാനം അവർ വിജയം കണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനായ ആഭ്യന്തരമന്ത്രി, അദ്ദേഹം പ്രതിപക്ഷത്തുള്ള, അല്ലെങ്കിൽ അന്ന് ഓരോ രാഷ്ട്രീയ മുസ്ലിം ലീഗിനൊക്കെ പ്രതിനിധികളുണ്ടായിരുന്നു. അവരിൽ ഹാജരില്ലാത്ത സമയത്ത് ചർച്ച വന്നപ്പോൾ പറഞ്ഞത്, അവിടെ അംഗങ്ങൾ ഇല്ല എന്നതുകൊണ്ട് നമ്മുടെ ഓരോ ചർച്ചയും ഒരു തീരുമാനവും അവരുടെ അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിലാവരുത്. അവ സംരക്ഷിക്കാൻ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ബാധ്യസ്ഥരാണ് എന്നും. അത്തരത്തിലുള്ള ദീർഘവീക്ഷണമുള്ള മതേതരത്വം സംരക്ഷിച്ചിരുന്ന, ജനാധിപത്യം സംരക്ഷിച്ചിരുന്ന ഭരണകർത്താക്കൾ ഇന്ത്യ രാജ്യത്തിനുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കാലങ്ങൾക്ക് ശേഷം ഭരണം മാറി നമ്മുടെ ഇന്ന് ഭരിക്കുന്നവരുടെ കയ്യിൽ ഭരണമെത്തിയപ്പോൾ നമ്മുടെ വഖഫ് സ്ഥാപനങ്ങൾക്ക് പോലും നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥ വന്നു ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ NDA സർക്കാർ, ഞാൻ വിഷയത്തിലേക്ക് വരിക, NDA സർക്കാർ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചു. ആ ഭേദഗതി ബില്ല് പാർലമെന്റിൽ വന്നപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു, ഇത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണം. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടു. പക്ഷേ നമ്മൾ കരുതിയത് ജോയിന്റ് പാർലമെന്ററിയുടെ പ്രതിപക്ഷ അംഗങ്ങളുടെ വാദങ്ങൾ കേട്ട് ഏതായാലും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായി ഭേദഗതി വരിക എന്നുള്ളത്. കാരണം പ്രതിപക്ഷം ശക്തമാണ് പഴയതിനേക്കാൾ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി കൂടുമ്പോഴൊക്കെയും പ്രതിപക്ഷ അംഗങ്ങൾ 42 ഭേദഗതികൾ സമർപ്പിച്ചു. ഒരു ഭേദഗതി പോലും പരിഗണനയ്ക്കെടുത്തില്ല. ഭരണപക്ഷത്തുള്ള അംഗങ്ങൾ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലെ 40 ഭേദഗതികൾ ആ ബില്ലിന്മേൽ അവതരിപ്പിച്ചു. 40 എണ്ണവും അവർ പാസാക്കിയെടുത്തു. പിന്നീട് പാർലമെന്റിൽ വന്നു ഈ ബില്ല്. വളരെ ചുരുക്കമാണ്, ഇതിൻ്റെ ഇടയിൽ കുറെ കാര്യം പറയാനുണ്ടെങ്കിൽ. പാർലമെന്റിൽ വന്നപ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഈ പാർലമെന്റിൽ ഈ ഭേദഗതി പരാജയപ്പെടുമെന്നുള്ളത്. പാർലമെന്റിൽ എത്തിയപ്പോൾ
നമ്മൾക്ക് പ്രതീക്ഷ കുറേയേറെ നൽകി, പക്ഷേ ബില്ല് പാസ്സായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുസ്ലിം സമുദായം പോവേണ്ട കാലമാണ്. അതിൻ്റെ ഇടയിലും വഖഫ് ഈ നമ്മുടെ മതേതരത്വത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ മുകളിൽ വരുന്ന ഒരു വാളാണ്. ഈ സമയത്തും ചെറിയ ചെറിയ വിഷയങ്ങൾ പിടിച്ച് വലുതാക്കി ഭിന്നിപ്പിൻ്റെ വാതിലുകളാണ് നമ്മൾ തുറക്കുന്നത്. മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ പനിനീർ പൂവിൻ്റെ സൗന്ദര്യമാണ് ആസ്വദിക്കേണ്ടത്, അതിൻ്റെ താഴെയുള്ള മുള്ളുകളുടെ സൗന്ദര്യമല്ല, മുള്ളിന് സൗന്ദര്യമില്ല. നമ്മൾ ഐക്യത്തിൻ്റെ വിളംബരമാണ് ചെയ്യേണ്ടത്, ഭിന്നിപ്പിന് സ്ഥാനം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ഐക്യപ്പെടണമെന്ന് ചിന്തിക്കേണ്ട ഘട്ടങ്ങളിലൊക്കെ ചിലയിടങ്ങളിൽ നിന്ന് അനാവശ്യമായ വിവാദങ്ങൾ ഇളക്കിവിടുന്നുണ്ട്. ഈ സമുദായം പാർലമെന്റിൽ വഖഫ് ബില്ല് പാസ്സാകുമോ? അല്ല, എല്ലാവരും മതേതരത്വ മൂല്യബോധമുള്ള പാർലമെന്റ് അംഗങ്ങൾ. എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? പാർലമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ്. അവിടെ ഈ മുസ്ലിം സമുദായത്തിന്റെ മതപ്രബോധനത്തിനും മതസ്വാതന്ത്ര്യത്തിനും തടസ്സം നിൽക്കുന്ന ഈ ബില്ല് പാസ്സാകുമോ എന്ന് ആശങ്കയിൽ നിൽക്കുന്ന സമയത്ത് ചില ആളുകൾ മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോഷ്യൽ മീഡിയയിൽ ആ ബില്ലിനെതിരെ പടപൊരുതിയ പ്രസ്ഥാനത്തിനെതിരെ, നേതാക്കൾക്കെതിരെ കമന്റ് എടുത്ത തിരക്കിലായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, പാർലമെന്റിൽ ആകെയുള്ളത് 10 പാർലമെന്റ് മുസ്ലിം എംപിമാരാണ്. ഈ ബില്ലിനെതിരെ വോട്ട് ചെയ്തത് 242 എംപിമാരാണ്. ബാക്കിയുള്ള എംപിമാർ മതേതരവാദികളായ, ജനാധിപത്യവാദികളായ, ഈ രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത എംപിമാരാണ് ഇതിനെതിരെ വോട്ട് ചെയ്തത്. ഈ മുസ്ലിം സമുദായത്തോടൊപ്പം നിന്നത് എന്തുകൊണ്ട് അങ്ങനെ വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല? നമുക്കറിയോ? എന്നിട്ട് നമുക്ക് ആകെ പ്രതീക്ഷയുള്ള, നമുക്ക് ഇന്ത്യ രാജ്യത്ത് BJP അല്ലാത്ത, NDA അല്ലാത്ത എല്ലാവർക്കും ജനാധിപത്യത്തിൽ പ്രതീക്ഷയുള്ള ശ്രീമാൻ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചില്ല എന്ന് പറഞ്ഞൊരു വിവാദം. ഞാൻ തീർത്തും പറയുന്നു, ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കണമെങ്കിൽ 21 മാസത്തിന് മുമ്പ് ആ ബില്ല് കൊടുക്കേണ്ടതുണ്ട് സാമാന്യ മര്യാദ പ്രകാരം. ഈ ബില്ല് വെറും 24 മണിക്കൂറിന് മുമ്പാണ് പാർലമെന്റ് അംഗങ്ങളുടെ കയ്യിലെത്തുന്നത്, പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലെത്തുന്നത്. ഒന്നും സമയം വൈകിയില്ല. ഇന്ത്യ മുന്നണി യോഗം ചേർന്നു. ഈ ബില്ലിനെതിരെ കാര്യക്ഷമമായി പ്രസംഗിക്കേണ്ടത് ആരാണെന്ന് ലിസ്റ്റ് ചെയ്തു. ഒരു പാർലമെന്ററി രാഷ്ട്രീയ സംവിധാനത്തിൽ പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു. എല്ലാ പാർട്ടിക്കാരും ഒത്തുചേർന്നു. ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ തീരുമാനിച്ചു, ഇതിനെതിരെ പ്രസംഗിക്കേണ്ടത് AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. പിന്നെ പ്രസംഗിക്കേണ്ടത് ക്രൈസ്തവ പ്രതിനിധിയായ IB യുടനാണ്. പിന്നെ പ്രസംഗിക്കേണ്ടത് നമ്മുടെ ഇക്ര ചൗധരി എന്ന് പറയുന്ന UP യിലെ MP-യാണ്. ഇങ്ങനെ ഒരു സിഖുകാരനായ ഒരാളെ പ്രസംഗിപ്പിച്ച് നമ്മൾ ചോദിച്ചു, അല്ല, നിങ്ങൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവനും സ്വത്തും ത്യജിച്ച ഇവരെ നിങ്ങളൊരു നിയമം കൊണ്ട് ഭയപ്പെടുത്തുകയാണോ? അത് ഈ മുസ്ലിം സമുദായത്തെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിന്റെയോ മുസ്ലിമായ MP അല്ല, ഒരു സിഖുകാരനാണ്. അങ്ങനെ AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു, ഈ ബില്ല് ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെ ആശങ്കയിലാക്കും, ഭയപ്പെടുത്തും, അതുകൊണ്ട് ഈ ബില്ല് അനുവദിച്ചുകൂടാ. അദ്ദേഹം ചോദിച്ചു, ഈ ബില്ല് ഇങ്ങനെ നിങ്ങൾ അവതരിപ്പിച്ച ഈ ബില്ലിൽ പറയുന്നുണ്ടല്ലോ, മുസ്ലിം അല്ലാത്ത 2 പേർ നിർബന്ധമായും വഖഫ് സെൻട്രൽ കൗൺസിലും സംസ്ഥാന വഖഫ് ബോർഡിലും വേണമെന്ന്. തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, KC വേണുഗോപാലിന്റെ പ്രസംഗത്തിന്റെ അപ്പടി കോപ്പിയാണ്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ദേവസ്വം ബോർഡിൽ 2 മുസ്ലിങ്ങൾ എടുക്കാൻ ഒരു ബില്ല് കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറാകുമോ?
എവിടെയെങ്കിലും ഈ ചോദ്യം ഇ ടി മുഹമ്മദ് ബഷീറാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇവിടെ കോലാഹലം എന്താകുമായിരുന്നു? കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ മുഖം, ജനാധിപത്യത്തിന്റെ മുഖം, പ്രതീക്ഷയുള്ള മുഖം, ആ മുഖം ആരോടാ ചോദിച്ചത്? കിരൺജുവിനോട്, അമിത്ഷയോട് ചോദിക്കുക. നിങ്ങൾ തയ്യാറാകുമോ? ഗുരുവായൂർ ദേവസ്വത്തിൽ 2 പേരെ നിങ്ങൾ കയറ്റാൻ തയ്യാറാകുമോ? ഗുരുവായൂർ ദേവസ്വത്തിന്റെ സെക്രട്ടറി മുസ്ലിമായ ഒരാളെ നിയമിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? ഇതൊക്കെ വളരെ സവിസ്തരമായി കെ സി വേണുഗോപാൽ വിശദീകരിച്ചു. എന്നിട്ട് അദ്ദേഹം പ്രസംഗത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു, ഇവിടെ ഈ ബില്ലിന്റെ കൂടെ ഈ ബില്ലിനെ എതിർക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, 230 മുസ്ലിങ്ങളല്ലാത്ത എം പിമാരും ഇതിനെ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു ബില്ലാണ്. ഇത് നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ പാസാക്കാൻ പാടില്ല. ശേഷം നടന്ന ഐബിയുടൻ സവിസ്തരം പ്രതിപാദിച്ചു. അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങൾ ഇന്ത്യ രാജ്യത്തിന് ചെയ്ത സംഭാവനകളെ കുറിച്ച് നമുക്ക് ഓർമ്മ വേണം. നമുക്ക് ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിങ്ങളല്ലാത്ത ഒരാൾക്ക് പോലും വഖഫുമായി ബന്ധമില്ല. അവരുടെ സ്വത്താണ് വഖഫ് ചെയ്യുന്നത്, അതിൽ നമ്മൾ ഇടപെടേണ്ടതില്ല. അത് അവരുടെ ആരാധനയാണ്. വഖഫ് എന്ന് പറയുന്നത് ഇബാദത്താണ്, അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, അതിൽ നമ്മൾ ഇടപെടേണ്ടതില്ല. എന്നിട്ടും ഓരോ ആളുകളും അതിനെ എതിർത്ത് പ്രസംഗിച്ചു. ഈ സംവിധാനം ഒരുക്കിയപ്പോഴും മുസ്ലിമായ ഒരു എം പി പ്രസംഗിച്ചില്ല എന്ന് പറഞ്ഞ് കുറെ ആളുകളുടെ പോസ്റ്റർ എനിക്ക് കാണാൻ സാധിച്ചു. നമ്മൾ ഇതിനൊരു മതേതരത്വ മുഖം നൽകണം. ഇന്ത്യ രാജ്യത്തിന്റെ ഓജസ്സും തേജസ്സും എന്ന് പറയുന്നത് മതേതരത്വമാണ്. ആ ജനാധിപത്യത്തിന്റെ ഓജസ്സും തേജസ്സും മതേതരത്വമാണ്. നമ്മൾ നേരെ മറിച്ച് ഇത് ഇന്ത്യയുടെ പ്രശ്നമാക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു വർഗീയ ചുവ ഇതിനില്ല. ഈ ബില്ല് ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത് പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ്. മമതാ ബാനർജി 100% സവർണ ബ്രാഹ്മൺസാണ്. അവർ പറഞ്ഞു, ഇങ്ങോട്ട് ഈ ബില്ലുമായി വരണ്ട, ഞങ്ങൾ നടപ്പിലാക്കില്ല. വഖഫ് ബോർഡ് എന്ന് പറയുന്ന കങ്കറിന്റെ ലിസ്റ്റാണ്. തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പറഞ്ഞു, തമിഴ്നാട്ടിൽ ഈ ബില്ല് ഞങ്ങൾ നടപ്പിലാക്കാൻ തയ്യാറല്ല. പക്ഷെ ഇതിനൊക്കെ ഒരുപാട് നിയമവശങ്ങളുണ്ട്. നിയമത്തിന് മുമ്പിൽ ഇത് എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളത്, ഓരോ സംസ്ഥാനത്തിന്റെ നിലപാടുകൾ നിലനിൽക്കുമെന്നുള്ളത് നമ്മുടെ മുമ്പിൽ സംശയങ്ങളും ആശങ്കയുമുണ്ട്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഇവർക്കറിയാം നമ്മുടെ ആശങ്കയിൽ നിർത്തുകയാണ്, നമ്മളെ ഭയപ്പെടുത്തുകയാണ്. നമ്മളുടെ അജണ്ട അവര് തീരുമാനിക്കുക. സംഘപരിവാർ നമ്മുടെ അജണ്ട തീരുമാനിക്കുന്നു, നമ്മൾ അതിനോടൊപ്പം പോകുന്നു. ഞാൻ എവിടെയും ഒരു ക്രൈസ്തവ സംസ്ഥാന സമ്മേളനം ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ സുന്നി ബാലവേദിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പൊതുരംഗത്ത് ഒക്കെ പ്രവർത്തിച്ചതാണ്. MSF യൂത്ത് ലീഗിലും മുസ്ലിം ലീഗിലും സുന്നി മാൽ ഫെഡറേഷനിലൊക്കെ ഒരുപാട് സമ്മേളനങ്ങൾ കണ്ടിട്ടുണ്ട്. ക്രൈസ്തവരുടെ ഒരു സംസ്ഥാന സമ്മേളനം കണ്ടിട്ടില്ല. ഞാൻ സംസാരിക്കുന്ന വേദിയിൽ ഈ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട്. എൻ്റെ മുമ്പിൽ ഫാറൂഖ് കോളേജിന്റെ യൂണിയൻ ചെയർമാനും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത ഖാലിദിനെ പോലെയുള്ള ബുദ്ധിരാക്ഷസന്മാരൊക്കെ ഉണ്ട്. അവരെങ്കിലും ഇത് കേൾക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിലാണ്. അപ്പോ ഒരു സമ്മേളനം അവർക്കുള്ള സ്ഥാപനങ്ങൾ എത്രയാണ്? മംഗലാപുരത്ത് എഡ്യൂക്കേഷൻ ഹബ്ബാണ്. ആ സ്ഥാപനങ്ങളൊക്കെ ആരുടെ കയ്യിലാണ്? ലൈവൊക്കെ ഉള്ളത് സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞാൽ നാളെ വിവാദം. നമ്മുടെ ശാഖാ സമ്മേളനത്തിന് 5 ലക്ഷം, അത് കഴിഞ്ഞ് പഞ്ചായത്ത് സമ്മേളനത്തിന് 10 ലക്ഷം. 2000 ശാഖയുണ്ടെങ്കിൽ 500 കോടി ശാഖാ സമ്മേളനം, ഏകദേശം 1000 കോടി പഞ്ചായത്ത് സമ്മേളനം. ജില്ലാ സമ്മേളനത്തുമ്പോഴേക്ക് 2000 കോടി, സംസ്ഥാന സമ്മേളനത്തിന് 5000 കോടി. മനുഷ്യന്റെ മാൻ പവറും മനി പവറും വേസ്റ്റായി പോകുന്ന ഒരു രംഗമാണ്. സ്ഥാപനത്തിന്റെ പരിപാടിയിലാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷേ
അവരുടെ കയ്യിൽ 24,000 കോടി ഹെക്ടർ ഭൂമി കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വഖഫ് സ്വത്തൊക്കെ നമ്മൾ വഖഫ് ചെയ്തതാണ്. മുസ്ലിങ്ങൾ ഇബാദത്തിന്റെ ഭാഗമായിട്ട് അവർ പലതും ലീസിന് വാങ്ങിയ സ്ഥലങ്ങളാണ്. ഗവൺമെന്റിൽ നിന്ന് ലീസിന് വാങ്ങിയ സ്ഥലങ്ങളാണ് ഈ പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഭൂരിഭാഗവും. മംഗലാപുരം മെട്രോപൊളിറ്റൻ സിറ്റി, കൊച്ചി മെട്രോപൊളിറ്റൻ സിറ്റി, ബാംഗ്ലൂര്, ഡൽഹി ഇവിടങ്ങളിൽ സെന്റിന് 50 കോടിയും 10 കോടിയും 100 കോടിയും വില വരുന്ന സ്ഥലങ്ങൾ ഇന്നും അവരുടെ കയ്യിൽ ലീസിലാണ്. നമ്മൾ അതുകൊണ്ട് അസ്വസ്ഥരായിട്ടില്ല. മുസ്ലിങ്ങൾ എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ഒരു പരാതി ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ അധ്വാനിച്ച് നമ്മുടെ സമുദായം സംഭാവന ചെയ്ത ഈ സ്ഥലങ്ങളുടെ മേൽ, വഖഫ് സ്വത്തിന്മേൽ കൈ കടത്തുമ്പോഴാണ് നമുക്കുള്ള പ്രയാസം. നമ്മൾ ഇതിനെ അതിൻ്റെതായ രീതിയിൽ കാണണം. അതിന് ഒരു ഉദാഹരണം, ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിലേക്ക് നമുക്ക് വേണ്ടത്ര പ്രാതിനിധ്യമില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി പലപ്പോഴും പല കമ്മീഷനുകളെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. IAS തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഒന്നും മറച്ചു വെക്കുന്നില്ല. നമുക്ക് IAS തലത്തിലൊക്കെ സിവിൽ സർവീസ് മേഖലയിൽ നമുക്കുള്ള കുറവ് വലുതാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാര്യബോധമുള്ള സെൻട്രൽ ഗവൺമെന്റിലെ ഒരു IAS ഉദ്യോഗസ്ഥരുണ്ടായിരുന്നുവെങ്കിൽ അവർ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുമായിരുന്നു. സ്വാഭാവികമായും ഈ സ്ഥാപനത്തിന്റെ പരിപാടി എന്നുള്ള നിലക്ക് നമ്മുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ മാറുകയും എവിടെയാണോ കുറവുകൾ ഉള്ളത് അവിടെ കുറവുകൾ നികത്താൻ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തയ്യാറാകണമെന്ന് സൂചിപ്പിക്കും. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബില്ല് നേരത്തെ പറഞ്ഞ പോലെ രാജ്യസഭയിൽ വന്നു. രാജ്യസഭയിൽ വന്നപ്പോ നമ്മുടെ ജോൺ ബ്രിട്ടാസ് ആ ബില്ലിനെ എതിർത്ത് സംസാരിച്ചത് നമ്മൾ മറച്ചു വെക്കുന്നില്ല. മലയാളത്തിൽ സംസാരിച്ചു, ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഈ ബില്ല് നിങ്ങളുടെ പ്രതിഷേധം അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞത് തൃശ്ശൂരിൽ ജയിച്ച് മന്ത്രിയായ ഒരു സിനിമാ നടനാണ്. പക്ഷേ നമ്മൾ അപ്പോഴും കരുതി, എല്ലാ മെമ്പർമാരും പാർലമെന്റ് അംഗങ്ങളും പ്രസിഡന്റിന് കത്തയച്ചിരുന്നു, ഈ ബില്ല് ബില്ല് അംഗീകരിക്കരുത് എന്ന് പറഞ്ഞു. ബില്ല് പ്രസിഡന്റ് കിട്ടിയ പാടെ ഒപ്പിട്ട് കൊടുത്തു. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ 1ാം പൗരനാണ്. അതുകൊണ്ട് ഒരു പരാമർശം വരുന്നത് ഭരണഘടനാ വിരുദ്ധമാവുമെന്ന് വിചാരിച്ച് നമ്മൾ അവിടേക്ക് ചുരുക്കുക. അങ്ങനെ ഇന്ന് ആ നിയമമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ നിയമത്തെ വളരെ ചുരുക്കുകയാണ്. എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളതാണ്. കുട്ടികൾ മഹലിൽ പോയി ഈ നിയമത്തെ എതിർക്കാനോ മറികടക്കാൻ സംവിധാനം ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. നിങ്ങൾ പഠിച്ചു വെക്കും. മഹലിന്റെ ആളുകളായിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാമായിരുന്നു. ഏതായാലും വലിയ വലിയ മഹല്ല് ജമാഅത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഏതായാലും ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ബില്ലിൽ ഈ നിയമത്തിൽ ഇപ്പൊ ആക്റ്റാണ്, വഖഫ് എംപവർമെന്റ് ആക്ട് നിയമം ആയിക്കഴിഞ്ഞു. പിന്നെ ചട്ടം എന്ന് നേരത്തെ വിഷയാവതരണത്തിന്റെ ടൈറ്റിൽ പറഞ്ഞു. എന്താണ് ഈ ചട്ടം? അത് പറഞ്ഞില്ലെങ്കിൽ അത്രയെങ്കിലും മനസ്സിലാക്കണം. ചട്ടം ഒരു നിയമം ആയിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, അത് എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ കുറിച്ചുള്ളതാണ് ചട്ടം. റൂളിംഗ് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്കറിയാം, ഇന്ത്യ രാജ്യത്ത് 3 സംവിധാനമാണ് നിലവിലുള്ളത്. ഏതൊക്കെ? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. അപ്പൊ റൂളിംഗ് എന്ന് പറയുന്ന റൂളിംഗ് ആണ് ചട്ടം എന്ന് പറഞ്ഞാൽ. ഇതിപ്പോ ഒരു നിയമമായി കഴിഞ്ഞാൽ ആ നിയമം എങ്ങനെ നടപ്പിലാക്കണമെന്ന്. സാധാരണ 1995 വഖഫ് ഭേദഗതി വന്ന് ആക്ട് വന്നിരുന്നു. അത് ചട്ടമായത് 2 വർഷം കഴിഞ്ഞിട്ടാണ്. 97 ചട്ടം. പക്ഷേ നമ്മൾ സുപ്രീം കോടതിയിൽ പോകുന്ന സമയത്ത് തന്നെ
സുപ്രീം കോടതിയിൽ പോകുന്ന സമയത്ത് തന്നെ രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞു, അത് ചട്ടമാക്കാൻ കൊടുത്തു കഴിഞ്ഞു, ചട്ടത്തിന്റെ കരട് തയ്യാറാക്കി കഴിഞ്ഞു. ഇത്രയും ജാഗ്രത വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ ആക്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരണം, ഈ വഖഫ് എംപവർമെന്റ് ആക്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന വാശിയോടുകൂടിയാണ് ഗവൺമെന്റ് ഉള്ളത്. എന്നൊരു ചോദ്യം, സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ടല്ലോ ഈ നിയമം. സുപ്രീം കോടതി ഈ നിയമത്തെ അല്ലെങ്കിൽ ഈ ആക്ടിനെ ചോദ്യം ചെയ്തത് കോടതിയിൽ നമ്മളാണ്. സ്റ്റേ എന്നുള്ളത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. തൽസ്ഥിതി തുടരണം. തൽസ്ഥിതി തുടരുക എന്ന് വെച്ചാൽ ചട്ടം നിങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതുവരെ, റൂളിംഗ് പബ്ലിഷ് ചെയ്യുന്നവരെ ഈ നിയമം നിങ്ങൾ നടപ്പിലാക്കാൻ പാടില്ല എന്ന് മാത്രമേ അതിന് വ്യാഖ്യാനമുള്ളൂ. അല്ലെങ്കിലും ആ സമയം വരെ അവർക്ക് ചട്ടം വരാതെ തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇതിൽ പ്രധാനപ്പെട്ട വലിയൊരു അപകടം എന്ന് പറയുന്നത് വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും 2-ൽ കുറയാത്ത അംഗങ്ങൾ, കമ്പൽസറി, മാൻഡേറ്ററി കാര്യമൊക്കെ ഉണ്ട്, നിർബന്ധമായും അംഗങ്ങൾ ഉണ്ടാവണമെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ നാസർ ഫൈസിയോടൊക്കെ ചോദിച്ചു, ജമ്മിന്റെ അക്കലെന്ത്? കാരണം ഒരു അറബി ഗ്രാമറാണ്, കമ്പൽസറി മാൻഡേറ്ററി എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ. ശരിക്ക് നിങ്ങൾക്ക് കുട്ടികളായതുകൊണ്ട് ഈ വഖഫ് മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു സംഭവം പറയാം. ഷാഫി മസ്ഹബിൽ 4 ആളുണ്ടായാൽ ജുമ സഹിയാണ്, സ്ഥാപിക്കാം. അതിന് ഒരു കാരണം ഞാൻ വായിച്ച് കണ്ടെത്തിയത് അല്ലെങ്കിൽ പഠിച്ച് കണ്ടെത്തിയത് ഖുർആനിലെ ഒരു ആയത്താണ്. യാഹിൽ ആവണെന്ന് പറയുമ്പോൾ എന്തായാലും 3 ആൾ വേണം അല്ലെ, ജമ്മാണ്ടേ. പിന്നെ വിളിക്കപ്പെട്ടാൽ അപ്പൊ വിളിക്കാൻ അപ്പൊ 4 ആൾ മതി എന്നുള്ളതാണ്. അതുപോലെ എന്ത് വന്നാലും 2-ൽ കുറയാത്ത നിർബന്ധം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ അടിസ്ഥാനത്തിൽ അധികം എത്രയായാലും തിരക്കേടില്ല. 2 നിർബന്ധം എന്ന് പറഞ്ഞാൽ ഇനി വഖഫ് ബോർഡിലെ അംഗ സംഖ്യ 20 ആക്കി, ഇനി 18 അവരാക്കിയിട്ടും പ്രശ്നമില്ല. 2-ൽ കുറയാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുപ്രീം കോടതിയുടെ വിധികൾ മുമ്പിലുണ്ട്. 2-ൽ കുറയാത്തത്, 3-ൽ കുറയാത്തത് എന്ന് പറഞ്ഞ് എത്ര വേണമെങ്കിൽ നിയമിക്കാം എന്നുള്ളൊരു ഓർഡർ അവരുടെ മുമ്പിലുണ്ട്. ഈ ആക്ട് തയ്യാറാക്കിയവർ വളരെ ബുദ്ധിപരമായി തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇത് വലിയ അപകടമാണ്. നമുക്ക് ഇതിനെ കോടതി വാക്കാൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയാലും അന്തിമ വിധി എങ്ങനെ വരുമെന്ന് നമുക്കറിയില്ല. മറ്റൊന്ന്, നമുക്ക് വലിയ അപകടം ചെയ്യാൻ പോകുന്നത്, ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ച് 5 വർഷം കഴിഞ്ഞാലേ അയാൾക്ക് വഖഫ് ചെയ്യാൻ പറ്റൂ. ഇത് ഉത്തരേന്ത്യയിലേക്ക് വലിയ വലിയ ധനാഢ്യന്മാർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മളെല്ലാത്തിനും അതിൻ്റെ ഒരു ആംഗിൾ കാണും, വിഷൻ കാണും. അപ്പൊ അങ്ങനെ വന്ന് അവർ ഇസ്ലാമിൽ ആകൃഷ്ടരായി പെട്ടെന്ന് അവരുടെ സ്വത്തുക്കൾ ഇസ്ലാമിലേക്ക് വഖഫ് ചെയ്യപ്പെട്ടാൽ എന്നുള്ളൊരു ഭീതി അതിലുണ്ടാവണമെന്നല്ലാതെ വേറൊരു ന്യായം കാണുന്നില്ല. ഒരാൾ ഇസ്ലാമാണെന്ന് എങ്ങനെ 5 വർഷമായി എന്ന് നമുക്കെങ്ങനെ ബോധ്യപ്പെടുക? ഒരാൾ ഷഹാദത്ത് കലിമ ചൊല്ലി അയാൾ ഇസ്ലാമായി എവിടെയെങ്കിലും ജീവിച്ചിട്ടുള്ള 5 വർഷം ആർക്കറിയാം? ആരെ ബോധിപ്പിക്കേണ്ടത്? ഇത് വല്ലാത്തൊരു അപകടം ഈ ആക്ടിലെ സെക്ഷൻ 20-ന്റെ ഭേദഗതി വളരെ ആശങ്ക നമുക്കുണ്ട്. അതേപോലെ തന്നെ വഖഫ് ബോർഡ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ പേരാണ് സിഇഒ. സിഇഒ ആണ് വഖഫ് ബോർഡ് സെക്രട്ടറി. നിർബന്ധമായും സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് എന്നുള്ള നിലക്ക് വഖഫ് ബോർഡിന്റെ എല്ലാ ആക്ടിലും പറഞ്ഞിരിക്കുന്ന ഇതുവരെ അത് മുസ്ലിം ഓഫീസർ ആയിരിക്കണം. ഇനി മുസ്ലിം ഓഫീസർ വേണ്ട, മുസ്ലിം അല്ലാത്ത ആളുകൾക്കും
വഖഫ് ബോർഡിന്റെ സെക്രട്ടറി ആവാം. അതേപോലെ തന്നെ വഖഫുൽ ഔലാദ്, അങ്ങനെ ഒരു വഖഫിന്റെ കുറെ ഇനം ഞാൻ നേരത്തെ പറഞ്ഞു. അതിലൊന്നാണ് വഖഫുൽ ഔലാദ്. കുടുംബാംഗങ്ങൾക്ക് മതപ്രബോധനത്തിനും ദീനീ പ്രവർത്തനത്തിനും വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടത്, അതിന് നിയമ സാധുത ലഭിക്കില്ല. വലിയ അപകടമാണ്. കാരണം വഖഫുൽ ഔലാദ് ഈ ഭാഗത്ത് അങ്ങനെ കൂടുതലില്ല. എൻ്റെ ഓർമ്മയിൽ വിദ്യാപുരത്ത് ഒരു സ്ഥലമുണ്ട്. അതേപോലെ തന്നെ വാക്കാലുള്ള വഖഫ്, ഇസ്ലാമിൽ വഖഫ്, വാക്കിഫ്, ഹുർറുൻ, മുസ്ലിമുൻ, മുഖല്ലഫുൻ എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്താൽ വഖഫ് സ്വീകരിക്കപ്പെടും. വഖഫ് ചെയ്യുന്ന ഭൂമി തർക്കമില്ലാത്ത ഭൂമിയോ അല്ലെങ്കിൽ വസ്തു തർക്കമില്ലാത്ത ഭൂമിയോ ആയാൽ മതി. ആ വഖഫ് ചെയ്യപ്പെട്ടത് സ്ഥിരമായി നിലനിൽക്കണം എന്നല്ലാതെ വേറെ നിബന്ധനയില്ല. പക്ഷേ അത് വാക്കാൽ മതി ഇസ്ലാമിൽ വഖഫാവാൻ. പക്ഷേ അങ്ങനെ ഒരുപാട് പള്ളികളുടെ കയ്യിൽ പള്ളികൾക്ക് വാക്കാൽ വഖഫ് ഉണ്ടാകാം. ഈ ആക്ട് വന്നതോടുകൂടി അതെല്ലാം സർക്കാരിന്റെ ഭൂമിയായി മാറി. അതേപോലെ തന്നെ വഖഫിൽ ഒരു തർക്കമുണ്ടായാൽ ആ തർക്കം ഇതുവരെ പരിഹരിച്ചിരുന്നത് ഖാദിയാണ് അല്ലെങ്കിൽ മതപണ്ഡിതന്മാരാണ്. ഇനി പരിഹരിക്കേണ്ടത് കാസർഗോഡ് ജില്ലാ കലക്ടർ നവീൻ ബാബുവാണ്. അയാളോട് ചോദിക്കണം, നിങ്ങൾ ദർസിന് വേണ്ടി കൊടുത്ത വഖഫ് എങ്ങനെയാണ്, അതിൻ്റെ ഹല്ല് അപ്പത് അതൊക്കെ അദ്ദേഹം മസല പഠിച്ച് പറയേണ്ടി വരുമോ എന്തോ അല്ലാഹുവല്ലോ. വലിയ അപകടമല്ലേ? വഖഫിന്റെ സ്വത്തുക്കളെ കുറിച്ച് പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ സ്മരണയിൽ പറയുന്നു, വഖഫ് ഭൂമിയിൽ നിന്ന് അദ്ദേഹം മറ്റൊരു ഭൂമിയിലേക്ക് പോവാണെങ്കിൽ ചെരുപ്പ് തട്ടുമായിരുന്നു എന്ന്. കാരണം അതിന്റെ മണ്ണ് പോലും അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള സൂക്ഷ്മതയായിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ നവീൻ ബാബുവിന്റെ അടുത്ത് വഖഫ് തർക്കം പരിഹരിക്കാൻ പോകേണ്ടത്. അത് മാത്രമല്ല, മറ്റൊരു വലിയൊരു അപകടം, വഖഫിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കം ഒരാൾ പരാതി കൊടുത്തു. പരാതി ലഭിച്ച അന്നു മുതൽ അതിന്റെ വരുമാനം സർക്കാരിലേക്കാണ്, വഖഫ് ചെയ്യപ്പെട്ട സ്ഥാപനത്തിനല്ല. എപ്പോഴാണോ ആ തർക്കം തീർന്ന് വഖഫ് സ്വത്ത് തിരിച്ചു കിട്ടുന്നത് അന്ന് മുതൽ മാത്രമേ വഖഫിന്റെ സ്വത്ത് വഖഫിന്റെ ആളുകൾക്ക് അവകാശം ലഭിക്കുകയുള്ളൂ. അവിടെ അവസാനിക്കുന്നു. ഇനി ഉദാഹരണത്തിന് ഇവരൊക്കെ പറഞ്ഞൊരു ന്യായം, ഏത് സ്ഥലവും വഖഫ് എന്ന് പറഞ്ഞാൽ അവർക്ക് വഖഫായി കേസ് ഫയൽ ചെയ്യാം. വഖഫിന് എത്ര നിബന്ധനയുണ്ട് വഖഫ് ചെയ്യണമെങ്കിൽ? അതൊക്കെ തെറ്റാണ്. അതിന്റെ അടിയിൽ പറയുന്ന കാരണം ഇന്ന പരാതി വന്നത്, ഇന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഈ പ്രശ്നങ്ങളാണ് കോട്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, വഖഫിന്റെ ഈ ആക്ടിൽ പറയുന്ന വേറെ ഒരു ഘടകം നമ്മൾ ഇനി മറികടക്കാനുള്ള കുറെ വിഷയങ്ങളുണ്ട്. 5 മിനിറ്റോട് ഞാൻ ആ കാര്യം പറയാം. 5 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ പള്ളിയുടെ സ്ഥലങ്ങളൊക്കെ സർക്കാർ ഭൂമി ഉണ്ടാവാം പള്ളി കോമ്പൗണ്ടിൽ. അത് വഖഫ് ബോർഡ് ഒരു തഹസീൽദാരെ വെച്ച് അന്ന് കണക്കെടുപ്പ് നടത്തിയിരുന്നു. അങ്ങനെ കൊടുത്തവർക്ക് ഇപ്പോൾ ഒരു അവസരം വഖഫ് ബോർഡും സെൻട്രൽ വഖഫ് കൗൺസിലൊക്കെ ഒരു അവസരം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പരാതിയുമായി പോയാൽ വില്ലേജ് ഓഫീസറുടെ അടുത്ത് അതിൻ്റെ സ്കെച്ച് വരച്ചു കൊണ്ടുപോയാൽ ആ വഖഫ് സ്വത്ത് നമ്മുടെ പള്ളിക്ക്, വഖഫ് സ്വത്തല്ല, സ്ഥലം പള്ളിക്ക് അസസ്മെന്റ് ചെയ്തു തരും. മറ്റൊന്ന്, വഖഫ് ബോർഡിൽ എല്ലാ സ്വത്തുക്കളും രജിസ്റ്റർ ചെയ്യുക. നമ്മൾ പേടിക്കുന്നത് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്താൽ ഒരുപാട് വഖഫ് ബോർഡിന് ടാക്സ് കൊടുക്കേണ്ടി വരും, ഒരുപാട് ഫീസ് അടക്കേണ്ടി വരും എന്നുള്ളതാണ്. വളരെ തെറ്റായ ധാരണയാണ്. അതറിയാത്ത ആരോ പറഞ്ഞ് ഫലിപ്പിക്കുകയാണ്. നിയമാനുസൃതം അതിന്റെ ഫീസ് അടച്ചില്ലെങ്കിൽ, കണക്ക് കാണിച്ചില്ലെങ്കിൽ പിഴയും ഫൈനൊക്കെ വരും, അത് സ്വാഭാവികമാണ്. പക്ഷേ നിയമാനുസൃതം അടച്ചാൽ ഈ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ വഖഫ് ബോർഡിൽ മുഴുവൻ സ്വത്തുക്കളും രജിസ്റ്റർ ചെയ്യുക. എന്നാൽ
നിലവിലുള്ള വഖഫ് സ്വത്തിന്റെ പരിരക്ഷ, വഖഫ് ബോർഡിന്റെ പരിരക്ഷ നമ്മുടെ സ്വത്തിന് ലഭിക്കും. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇതൊന്നും ഈ സദസ്സും അങ്ങനെ പറയേണ്ടതായി തോന്നുന്നില്ല. അത് മാത്രമല്ല, അപ്പോൾ മറ്റൊന്ന്, ഇതിലൊരു പറയുന്ന കാര്യം, നേരത്തെ 7% വഖഫിന് സർവീസ് ചാർജ് കൊടുക്കേണ്ടത്, ഇപ്പൊ 5% അതൊരു ആനുകൂല്യമായിട്ടാണ് BJP ഒക്കെ പറയുന്നത്. പക്ഷേ 7% നമുക്ക് ടാക്സ് അടച്ചിരുന്ന സമയത്ത് ഒരുപാട് സ്കോളർഷിപ്പും മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെയും എടുത്തു കളഞ്ഞു. അതുകൊണ്ട് തന്നെ അത് നമുക്കൊരു ആനുകൂല്യമൊന്നുമല്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ എല്ലാ വഖഫ് സ്വത്തുക്കളും വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ സ്ഥാപനം ഉൾപ്പെടെ വഖഫിന്റെ പരിരക്ഷ നമുക്ക് ലഭിക്കാൻ അത് സഹായകമാകും. ഉദാഹരണത്തിന് വരിസംഖ്യ വാങ്ങുമ്പോൾ വഖഫിന്റെ ഒരു 3000 രൂപ ഒരാൾ വരിസംഖ്യ വർഷം തരികയാണെങ്കിൽ 3150 രൂപ വാങ്ങുക. വഖഫ് ബോർഡ് അടക്കേണ്ട പൈസയും കൂടി അയാളോട് വാങ്ങിയാൽ അതിന് പരിഹാരമായി. നമ്മൾ കണക്കൊന്നും മാറ്റി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. സംഭാവനക്ക് ടാക്സ് ഇല്ല, മദ്രസ ഫീസിന് ടാക്സ് ഇല്ല, മറ്റു പലതിനും ടാക്സ് ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വാടക ലഭിക്കുന്ന ബിൽഡിങ്ങിന് അതിന്റെ മെയിൻ്റെനൻസ് കഴിച്ചിട്ടാണ് വർഷത്തിൽ ഇത്ര ശതമാനം മെയിൻ്റെനൻസ് ചെലവാക്കാം. കൃഷിയുടെ മെയിൻ്റെനൻസ്, കൃഷിയുടെ വരുമാനം കാണിച്ചാൽ അതിന് കൃഷിയുടെ ചെലവ് കഴിച്ചാണ് ബാക്കി ടാക്സ് കാണിക്കേണ്ടത്. ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട്. ഇനി നമ്മൾ ഈ പൈസ അടച്ചാൽ നമുക്ക് നഷ്ടമില്ല. ഒരുപാട് സ്കോളർഷിപ്പ്, വിവാഹധന സഹായം, വീട് നിർമ്മാണം, ഇതിനൊക്കെ പാവപ്പെട്ട ആളുകൾക്ക് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മഹലിൽ നിന്ന് അപേക്ഷ കൊടുത്താൽ ധനസഹായമായി ലഭിക്കും. ഇത്രയും ഗൗരവ കാര്യങ്ങളാണ്. പിന്നെ ഇന്ന് പറഞ്ഞത് അതുകൂടി ഞാൻ കോട്ട് ചെയ്യാതെ പോകുന്നത് ശരിയല്ല. 3 പ്രാവശ്യം അധികാരത്തിലേറി NDA സർക്കാർ. അതുകൊണ്ട് ജനപിന്തുണ, ജനങ്ങൾ മൊത്തവും അദ്ദേഹത്തോടൊപ്പമാണ്. മുസ്ലിങ്ങളാണ് വോട്ട് ചെയ്തത്. ഭൂരിഭാഗം മറ്റുള്ള സംസ്ഥാനങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്ന മുസ്ലിങ്ങളുടെ പിന്തുണയുണ്ടെന്ന്. ജനാധിപത്യത്തിന്റെ മാർഗത്തിലൂടെയാണ് ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിലേറിയത്. ശരിക്കും ബാലറ്റ് പേപ്പറിലൂടെ തന്നെയാണ്. അദ്ദേഹം അധികാരത്തിൽ വന്ന ശേഷമാണ് ഏകാധിപത്യം തുടങ്ങിയത്. ഇറ്റലിയിൽ മെസ്സോനി ജനാധിപത്യ രീതിയിലാണ് അധികാരത്തിൽ വന്നത്. വന്നതിന് ശേഷമാണ് അദ്ദേഹം ഏകാധിപത്യം തുടങ്ങിയത്. അതുകൊണ്ട് ഈ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ മതവിശ്വാസങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിൽ മുസ്ലിം സമുദായം എല്ലാ അഭിപ്രായ വ്യത്യാസവും മറന്ന് ഒറ്റക്കെട്ടായി അണിനിരന്ന് പടപൊരുതേണ്ടതുണ്ട്. നമ്മുടെ ശബ്ദം ഒറ്റ ശബ്ദമായി ഭരണ കേന്ദ്രങ്ങളിൽ എത്തേണ്ടതുണ്ട്. വിദ്യാർത്ഥികളായ നിങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങി വിവിധ മഹല്ലുകൾ ജോലിയിൽ ഏർപ്പെടുമ്പോഴും ഇത്തരം നമ്മുടെ മേലിൽ വരുന്ന കരിനിയമങ്ങൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അതിനെതിരെ നമ്മൾ സമര സജ്ജമാകാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന പ്രധാനപ്പെട്ട ഒരു ദായത്വം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് തീർത്തും ഈ ക്ലാസ് ഈ രീതിയിൽ അവതരിപ്പിച്ചത് വിദ്യാർത്ഥികളായ നിങ്ങളോടൊപ്പം കൊണ്ടാണ്. മഹല്ല് പ്രതിനിധികളായിരുന്നെങ്കിൽ ഈ രീതിയിലല്ല അവതരിപ്പിക്കേണ്ടത്. ആർക്കെങ്കിലും ഈ മഹല്ല് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയം ഒന്നുകൂടി വിശദമായി പഠിക്കണമെങ്കിൽ SMF ഇറക്കിയ മഹല്ല് ജമാഅത്ത് എന്ന് ഞാൻ തന്നെ വിനീതൻ തന്നെ എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൽ അന്ന് തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് പഠിച്ചിറങ്ങുന്ന യുവ പണ്ഡിതന്മാരെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഫിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സംശയം ഇതിന്റെ സംശയത്തിനൊന്നും മറുപടി പറയാനുള്ള കപ്പാസിറ്റി ഇല്ല. പേരാണ്